ഇതിലെ ഇര ഇന്റർവ്യൂവിൽ പറയുണ്ടായി, ഞാൻ ഈ പരാതി കൊടുക്കുന്നതിന് മുമ്പ് CM-നോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും DGP-യോടും ADGP-യോടും ഇവൻ കമ്മീഷണറോടും ആലോചിച്ചാണ് തീരുമാനമെടുത്തത്. സോ ഇതൊരു സാധാരണ കേസല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എനിക്ക് VIP പരിഗണന കിട്ടിയ കേസ് അബ്സല്യൂട്ട്ലി തുടക്കം മുതൽ ഈവൻ ഫ്രം ദ ബിഗിനിങ് പ്രയർ ടു ദ രജിസ്ട്രേഷൻ ഓഫ് FIS കൊടുക്കും മുമ്പേ VIP പരിഗണന കിട്ടപ്പെട്ട ഒരു കേസാണ് ഈ കേസ്. അതിൽ യാതൊരു സംശയമില്ല. അത് ഹണി റോസിന്റെ തന്നെ ഇന്റർവ്യൂവിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബോച്ചയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു. മറ്റൊന്നുമല്ല, എല്ലാവർക്കും ഒരുപോലെയാണ് പരിഗണന, ആർക്കും പ്രത്യേക പരിഗണന ഇല്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. ശരി തന്നെ, എല്ലാവർക്കും ഒരു പരിഗണനയാണ് കോടതി കൊടുക്കേണ്ടത്. ഇവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്ന് സാധാരണ ഒരു ആൾക്ക് കൊടുക്കാത്തൊരു പരിഗണന ഹണി റോസിന്റെ കാര്യത്തിൽ ഉണ്ടായി. തുടക്കം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു കേസിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നവരിൽ അപൂർവ ആളുകളിൽ ഒരാളാണ് ഞാൻ. എന്നെ കൂടാതെ ഈ പറഞ്ഞ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ മാത്രമാണ് ഈ വിഷയത്തിൽ ഹണി റോസിനെ എതിർത്ത് സംസാരിക്കുന്നത്. അതായത് ജനപക്ഷത്ത് നിന്ന് സംസാരിക്കാൻ ഈ വിഷയത്തിൽ ആളുകളില്ല. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. 4000-5000 പേര് വീഡിയോ ലൈക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക. അതായത് ഈ ഒരു വിഷയത്തിൽ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരു വ്യവസായി ഈ പറഞ്ഞ നടിയും തമ്മിലുള്ള 20 വർഷത്തെ ആ ഒരു സഹകരണത്തിനിടയിൽ ചെറിയൊരു വിള്ളൽ വീഴുന്നു. ഒരുപക്ഷെ ഉദ്ഘാടനം കൊണ്ട് മാത്രം ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ഒരുപക്ഷെ ഈ നടിക്ക് മാത്രം ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് നേടാൻ സാധിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇവരുടെ ഈ ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഈ നടി എന്താണ് ചെയ്യുന്നത്, പിയോട്, അതായത് തനിക്കുണ്ടായ ബുദ്ധിമുട്ട് പിയോട് തുറന്നു പറയുന്നു. സ്വാഭാവികമായും PAക്ക് എന്തുമാത്രം ബോച്ച എന്ന് പറയുന്ന വ്യക്തി ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടൊന്നും പ്രയോജനം കാണാതിരുന്നപ്പോൾ ഈ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹം ഇത്തരം പരിപാടികൾ ആവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു തരത്തിലും ഇദ്ദേഹം ചെയ്ത കാര്യത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. ഇദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വളരെ മോശമായാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും അത് അനുവദിച്ചുകൂടാത്ത കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ, അതായത് സാധാരണഗതിയിൽ ഒരു പോലീസ് കംപ്ലൈന്റിൽ ഒതുക്കാവുന്ന, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഒരു വാണിംഗ് ചെയ്ത് വിടാവുന്ന കേസിൽ മനസ്സിലാക്കുക, മുഖ്യമന്ത്രിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു ഹണി റോസ്. ഹണി റോസിന്റെ ആ ഒരു പിടിപാട് ശ്രദ്ധിക്കുക. DYSPയോട് സംസാരിക്കുന്നു, കമ്മീഷണറോട് സംസാരിക്കുന്നു, SP-യോട് സംസാരിക്കുന്നു. അതായത് ഒരു പ്രമുഖ വ്യവസായി തന്നെ വെർബൽ അബ്യൂസ് നടത്തി എന്നുള്ളൊരു പരാതി ഇത്രയും ആളുകളോട് സംസാരിക്കുന്നു. സ്വാഭാവികമായും SP-ആയിട്ടും DYSP-ആയിട്ടും ഒക്കെ സംസാരിച്ചതിന് ശേഷമായിരിക്കാം ഈ പറഞ്ഞ മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സ്ത്രീയുടെ പരാതി വരുമ്പോൾ അന്വേഷണം വിധേയമാക്കാൻ തന്നെ പറയത്തുള്ളൂ. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത്, മറ്റാർക്കും കിട്ടാത്തൊരു വലിയ VIP പരിഗണന ഹണി റോസിന് കിട്ടുന്നു. എന്തുകൊണ്ടാണ് അത് കിട്ടിയത്? സ്വാഭാവികമായും ഈ ഒരു കേസിൽ അസ്വാഭാവികതയില്ലേ? ഇവിടെ ബോബി ചെമ്മന്നൂർ ഈ അടുത്ത കാലത്ത് തുടങ്ങി വെച്ച ലോട്ടറി പോലെയുള്ള ബിസിനസ്സുകൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന വ്യവസായിയുടെ അടിത്തറ ഇളക്കാൻ വേണ്ടി ഇവിടെ ഹണി റോസിനെ ഒരു വെപ്പണായി പലരും ഉപയോഗിച്ചു എന്ന് സംശയിക്കുന്നവരെ തെറ്റ് പറയാൻ സാധിക്കുമോ? സുപ്രീം കോടതി നിയമം അനുസരിച്ച് 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കേസിൽ മാത്രമേ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ആ നിയമം ലംഘിക്കുകയും 8-ാം തീയതി ബോബി ചെമ്മന്നൂർ നോട്ടീസ് പോലും കൊടുക്കാതെ 8-ാം തീയതി ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്യുന്നു. പിറ്റേ ദിവസം ബോബി ചെമ്മന്നൂരിനെ, അതായത് ഹണി റോസിന്റെ രഹസ്യമൊഴി കേട്ട അതേ ജഡ്ജി തന്നെ വിധി പറയുന്നു. അതേ വനിതാ ജഡ്ജി തന്നെ ബോബി ചെമ്മന്നൂരിനെ ജയിലിലേക്ക് അയക്കുന്നു. സോ ബോബി ചെമ്മന്നൂർ ജയിലിൽ കയറണമെന്നും ജയിലിൽ അദ്ദേഹം 3-4 ദിവസമെങ്കിലും മിനിമം കഴിയണമെന്നും ആഗ്രഹിച്ച ഒരു വലിയ നിര തന്നെ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. ബോബി ഈ ജയിലിൽ കിടന്ന അവസരത്തിലും ബോബിയുടെ സ്ഥാപനം, ബോബിയുടെ മരുമകൻ ഉൾപ്പെടെ ഉദ്ഘാടനം നടത്തുകയായിരുന്നു. இந்த மாதிரி நீங்களும் ஏதாவது ட்ரஸ்ட் வச்சிட்டு ஸ்டார்ட் பண்றாங்க அப்படின்னா நம்ம வளர்ற மாதிரி நம்ம இருக்கிறவங்களும், நம்ம சமுதாயத்துல இருக்கிறவங்களும் சுபலட்சுமி இல்லாதவங்களுக்கும் நம்ம கொடுக்கணும் அப்படிங்கிற ஒரே ஒரு மோட்டிவ் தான். சோ அந்த மோட்டிவ்ல தான் நாங்க எல்லாருக்குமே கொடுத்து நம்மளுடைய சேர்மன் வந்து இந்த ஒரு மோட்டிவ்ல போயிட்டு இருக்காரு. சோ இந்த பிரான்ச் ஸ்டார்ட் ஆகுது அப்படின்னா சோ அது வந்து இந்த மாதிரி கொடுத்து ஸ்டார்ட் பண்ணும்போது இன்னும் ரொம்ப பிளஸிங்கா இருக்கும் அப்படிங்கிறது தான் ஒரு மெயின் மோட்டிவ். അവിടെ കൂടിയിരിക്കുന്ന ആബാലവൃദ്ധൻ ജനങ്ങൾ അവർ സ്വർണ്ണമെടുക്കാൻ വേണ്ടി വന്നവരല്ല. ആ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ, കേരളത്തിൽ പോലുമല്ല, തമിഴ്നാട്ടിൽ അദ്ദേഹം എന്തൊക്കെയോ സഹായങ്ങൾ നൽകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ബിസിനസ് തന്ത്രമാണെന്നൊക്കെ ഒരുപക്ഷെ ആശയം ഉണ്ടായേക്കാം. എന്നാലും ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലുമൊക്കെ അതിലൂടെ കിട്ടുന്നില്ലേ? ആ പാവപ്പെട്ടവനെ സംബന്ധിച്ചത് വലിയ കാര്യമല്ലേ? ഈ പറയുന്ന ന്യൂസ് റീഡർമാരായിട്ടുള്ള ഈ അഭിലാഷോ അല്ലെങ്കിൽ അരുൺകുമാറോ ആശയമോ 1 രൂപ അല്ലെങ്കിൽ ഈ ഹണി റോസ് 1 നയാ പൈസ ആർക്കെങ്കിലും കൊടുത്തായിട്ട് നമ്മൾ ഇതുവരെ കണ്ടുണ്ടോ? തൃശ്ശൂര് കണ്ടിക്ക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. എന്റെ ബ്രദറിന് ഒരു കൈയില്ല, ജന്മനാല്. ഇതെങ്ങനെ പറ്റിയ ആക്സിഡന്റാ? അതെ നമ്മുടെ പരിപാടി ആരും കൂടെ നോക്കരുത്, ഒന്നിനൊരു കുറവില്ലല്ലോ.
വലി ഉപയോഗിച്ച് കുടി തുടങ്ങല്ലേ. കുടി ഓൾറെഡി നല്ല മണമുണ്ട് ഇപ്പൊ. നിങ്ങളെ ആരെയും മണക്കണമായിരിക്കും. ഇവിടെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അടിപൊളി സംഘാടകരാണ് ഇവരുള്ളത്. ഒരുപാട് പേരെ കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ ഞാൻ വന്നില്ലെങ്കിൽ ഇത് നടക്കും. പക്ഷെ നമുക്ക് ഇതൊരു മാതൃകയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ ഒരർപ്പും വെറുപ്പില്ലാതെ മനുഷ്യനെ മനുഷ്യനായി കണ്ട് നമുക്ക് സ്നേഹിക്കുക. ആലപ്പുഴ ഫാൻസ്. ഗ്ലൗസ് ഒന്നും വേണ്ട, ഞാൻ കുളിക്കുമ്പോ ഗ്ലൗസ് ഏത് കേട്ടോ ബോച്ചെ കട്ട്. ഒരുപാട് പാതകങ്ങൾ ചെയ്യുന്ന, ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ഈ ബോച്ച ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലത് പറഞ്ഞേക്കാം ഇത് ഷോ ആണ്, അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ ആവശ്യത്തിന് വേണ്ടി ഇത്തരം ഷോ നടത്തുന്നതാണ്. എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം അതിലൂടെ നേട്ടം ഉണ്ടായിക്കോട്ടെ. പക്ഷെ ഈ പാവപ്പെട്ടവന്, ഈ പാവപ്പെട്ടവർക്ക്, തെരുവിൽ അലയുന്നവർക്ക് അതിലൂടെ ഒരു ആശ്വാസം കിട്ടിയില്ലേ? അവനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു കാര്യമല്ലേ അത്? ആരിൽ നിന്ന് അവന് കിട്ടിയിട്ടില്ലാത്ത കാര്യമല്ലേ ഈ വ്യവസായിയിൽ നിന്ന് അവന് കിട്ടിയത്? ഈ പറഞ്ഞ മന്ത്രിമാരോ നിയമപാലകരോ ഈ ന്യൂസ് റീഡർമാരോ ആരെങ്കിലും ഈ പാവപ്പെട്ടവന്മാരെ ഒന്ന് പരിഗണിക്കാൻ പോയോ? സോ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ, ഈ രീതിയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹം ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്തിരുന്നുവെന്ന് കൂടി ഒന്ന് ഓർക്കണം. ഈ വിഷയത്തിൽ ബോബി ചെമ്മന്നൂരിനെ എത്ര നാൾ ജയിലിലിടാൻ പറ്റും? അയാൾ പുറത്ത് വരുമെന്നുള്ള കാര്യം ആരും മറക്കരുത്. ആരെയും പകരം വീട്ടാനോ ഉദ്രവിക്കാനൊന്നുമല്ല വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലും നല്ല കാര്യങ്ങൾ, ഇതിലും ഏറ്റവും മികച്ച കാര്യങ്ങൾ മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരുപക്ഷെ ബോബി ഇനി ചെയ്യുമെന്നാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. ഒരുപാട് ബോബി ചെമ്മന്നൂരിന്റെ പ്രവൃത്തികൾ എനിക്ക് വളരെ മോശമായി തോന്നിയിട്ടുണ്ട്. ഒരു രീതിയിലും ബോബി ആരാധിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് 2 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്ത് ഇപ്പോഴും കിടപ്പുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഊളകളായിട്ടുള്ള ആളുകളിൽ 2ാം സ്ഥാനത്ത്, 1ാം സ്ഥാനം എന്റെ സുഹൃത്തു കൂടിയായ ചെകുത്താനെയാണ് ഞാൻ തെരഞ്ഞെടുത്തത്. ചെകുത്താൻ യൂട്യൂബർ എന്റെ സുഹൃത്തു കൂടിയാണ്. 2ാം സ്ഥാനത്ത് ഞാൻ ബോബി ചെമ്മന്നൂരിനെയാണ് തെരഞ്ഞെടുത്തത്. കാരണം കാണിക്കുന്നത് മൊത്തം ഊളത്തരമാണ്. ഞാനാണ് ഈ ബോബി ചെമ്മന്നൂരിനെ ഇപ്പൊ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഞാനിവിടെ ബോബി ചെമ്മന്നൂർ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ല. ഹണി റോസിന്റെ വസ്ത്രത്തെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഹണി റോസിന് വസ്ത്ര സ്വാതന്ത്ര്യമുണ്ട്. ഹണി റോസ് ഇട്ട് കാണുമ്പോൾ കാണാൻ ആളുകളുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഹണി റോസ് ഉന്നയിച്ചൊരു പരാതി ഇവിടെ രാഹുൽ ഈശ്വറിനെ എല്ലാവരും കൂടി ഏറി കയറ്റുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനി എന്ന് പറയുന്നത് മറുനാടൻ മലയാളി ഷാജൻ സ്കറിയാണ്. എനിക്കേറെ ബഹുമാനമുള്ള ഒരു വ്യക്തിയാണ്, നേരിട്ട് പരിചയമുള്ള ഒരു വ്യക്തിയാണ്, സംസാരിച്ചിട്ടുണ്ട് പലതവണ. അപ്പൊ അദ്ദേഹം ഇന്നലെ ചെയ്തൊരു വീഡിയോ, അതിന്റെ ഒരു ഉള്ളടക്കം ഇതാണ്. അതിന്റെ ഒരു ഹെഡിങ്: ആണിനും പെണ്ണിനും അയ്യപ്പന് പോലും അപമാനമായി രാഹുൽ ഈശ്വർ. ഇവിടെ ഷാജൻ സ്കറിയ ചെയ്യുന്ന, പൊതുവെ അദ്ദേഹം ചെയ്യുന്ന വീഡിയോസിനൊക്കെ വളരെ പോസിറ്റീവായിട്ട്, അതായത് ഏത് വിഷയത്തിലും അദ്ദേഹത്തിന്റെ ഒരു പാണ്ഡിത്യം, അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര രീതി, സംസാര ശൈലി, വാർത്ത അവതരിപ്പിക്കുന്ന ഒരു രീതി, കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ചില വിഷയങ്ങളിൽ അദ്ദേഹത്തോട് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാർത്താ അവതരണ രീതി ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും അധികം സപ്പോർട്ട് ഇക്കണ്ട മീഡിയകളൊക്കെ ഉള്ളപ്പോഴും ഈ ഓൺലൈൻ ചാനലായ മറുനാടൻ മലയാളിക്ക് വന്നത്. എന്നാൽ ഈ വിഷയത്തിൽ അദ്ദേഹം വളരെ ആധികാരികമായി രാഹുൽ ഈശ്വറിനെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചിരിക്കുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ എവിടെയും ഒരു അപാകത അദ്ദേഹം കാണുന്നില്ല എന്നൊക്കെ അദ്ദേഹം സംസാരിച്ച് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. ആ വീഡിയോയുടെ താഴെ അദ്ദേഹത്തിന് വന്നിരിക്കുന്ന കമന്റുകൾ സാധാരണഗതിയിൽ വളരെ പോസിറ്റീവായിട്ടാണ് ഏത് വിഷയത്തിലും മറുനാടൻ വീഡിയോ ചെയ്യുമ്പോൾ കമന്റുകൾ വരാറുള്ളത്. എന്നാൽ ഇവിടെ ഒരു കമന്റ് പോലും, പേരിന് പോലും ഒരു കമന്റ് ഷാജൻ സ്കറി എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ ആരും ചെയ്യുന്നില്ല. ബോച്ചയോടുള്ള അരിശം രാഹുലിനോട് വേണ്ട. രാഹുൽ ഇക്കാര്യത്തിൽ പറയുന്ന കാര്യം ശരിയാണ്. ഇതിൽ നിഷ്പക്ഷമായി സത്യം പറഞ്ഞത് രാഹുൽ തന്നെ. രാഹുലിനൊപ്പം രാഹുലിന് സ്വന്തമായി അഭിപ്രായമുണ്ട്. അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഇക്കാര്യത്തിൽ ഞാൻ സാറിനെതിരാണ്. കണ്ണടച്ചാൽ ഇരുട്ടാവില്ല. പൊതുസ്ഥലത്ത് 2 പേർ ചുംബിക്കുന്നതും മറ്റുള്ളവരെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നതും തെറ്റാണ്. അതുപോലെ തന്നെയാണ് മ്ലേച്ഛമായ വസ്ത്രധാരണം. ഷാജൻ സാർ, രാഹുലിന്റെ വീട്ടിലുള്ളവരെ കുറിച്ച് താങ്കൾ പറയരുത്. ഈ വിഷയത്തിൽ രാഹുലിനാണ് സപ്പോർട്ട്. അങ്ങനെ നീളുന്നു കമന്റുകൾ. എല്ലാ കമന്റുകളും ഷാജൻ സ്കറി എന്ന് പറയുന്ന വ്യക്തിക്ക് എതിരാണ്. ഒരു കമന്റ് പോലും, പേരിന് വേണ്ടി ഒരു കമന്റ് പോലും ഷാജൻ സ്കറിയെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ആഷ്മിയും ഈ പറഞ്ഞ രാഹുൽ ഈശ്വറും തമ്മിലുള്ള ഡിബേറ്റിൽ ഒരൊറ്റ കമന്റ് പോലും, അതായത് ട്രെൻഡിങ്ങിൽ വന്ന വീഡിയോയിൽ ഒറ്റ കമന്റ് പോലും ആഷ്മിയെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ്. അതായത് പൊതുജനവികാരം ഈ വിഷയത്തിൽ ഹണി റോസ് അസ്വാഭാവികമായ രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്തു തന്നെയാണ്. ഹണി റോസിന്റെ ഡ്രസ്സ് മോശമാണെന്നല്ല പറയുന്നത്. ഇവിടെ ഹണി റോസ് ഈ പറഞ്ഞ ലൈംഗിക ദാരിദ്ര്യമുള്ള ആളുകളെ, അത്തരം ആളുകളെ കൊണ്ട് കമന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരം ആളുകളുടെ നോട്ടം തന്നിലേക്ക് എത്താൻ വേണ്ടി ഹണി റോസ് ചില പൊടിക്കൈകൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അതിനെ തള്ളിക്കളയില്ല. അവിടെയാണ് വിമർശനം ഉണ്ടാവുന്നത്. ആ ഹണി റോസ് അങ്ങനെ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു പരാതിയില്ല. ആ ഹണി റോസ് തന്നെ പറയുകയാണ് തനിക്ക് സൈബർ അറ്റാക്ക് വരുന്നു. അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഹണി റോസ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വറും ഞാനും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, രാഹുൽ ഈശ്വർ അത് തന്നെയാണ് പറഞ്ഞത്. അത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഹണി റോസ് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് മഞ്ജു വാര്യർ അല്ലെങ്കിൽ അനു സിത്താര അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമാന രീതിയിലുള്ള നടിമാർക്ക് ആ സൈബർ അറ്റാക്ക് ഉണ്ടാകുന്നില്ല? അവർ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ആരും അവിടെ ഒരു മോശം കമന്റ് അടിക്കുന്നില്ല. അവരെ ആരും ഇതുപോലെ വൃത്തികെട്ട ഭാഷ സംസാരിക്കുന്നില്ല. ഇവിടെ ഏറ്റവും മോശമായ വൃത്തികെട്ട ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ ഞാൻ എതിർക്കുന്നുണ്ട്. അവരൊരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവിടെ ഞാൻ പറയുന്നത്
ഈ പറഞ്ഞ മഞ്ജു വാര്യർക്ക് കമന്റ് അടിക്കുന്ന അതേ ആളുകൾ, അല്ലെങ്കിൽ അതേ സ്ത്രീകൾ, അതേ ചെറുപ്പക്കാർ, അതേ മധ്യവയസ്കർ തന്നെയാണ് ഹണിറോസ് പോകുന്ന ഉദ്ഘാടനത്തിന് കമന്റ് അടിക്കുന്നത്. അതിൽ ഏറ്റക്കുറച്ചിൽ വരുന്ന ആരുടെ കുഴപ്പം കൊണ്ടാണ്? ഈ പറയുന്ന പ്രേക്ഷകർ മാറുന്നുണ്ടോ? ഹണിറോസിന്റെ ഉദ്ഘാടനം കാണാൻ വേണ്ടി പ്രത്യേകതരം പ്രേക്ഷകർ മറ്റൊരു പ്ലാനറ്റിൽ നിന്ന് വരുന്നുണ്ടോ? അവർ തന്നെയല്ലേ മഞ്ജു വാര്യരുടെ മൈജി ഉദ്ഘാടനവും കാണുന്നത്? സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഷാജൻ സ്കറിയയുടെ ഈ ഒരു വീഡിയോ പച്ചത്തെറി പറയാൻ വെമ്പുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ കാര്യം മാത്രമല്ല, നമ്മുടെ ഈ വിഷയത്തിൽ വീഡിയോ ചെയ്ത എല്ലാ മീഡിയക്കാരുടെ അവസ്ഥ ഇതാണ്. കാരണം എല്ലാ മീഡിയക്കാർക്കും ഇതറിയാം, ഹണിറോസിനെ വിമർശിക്കാൻ പാടില്ല. വിമർശിച്ചു കഴിഞ്ഞാൽ പുരോഗമനവാദി അല്ലാതാവും, ലിബറൽ അല്ലാതാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ 18ാം നൂറ്റാണ്ടിൽ കഴിയുന്ന ആളാവും. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഹണിറോസിന്റെ വസ്ത്രത്തെ അല്ല വിമർശിക്കേണ്ടത്. ഹണിറോസിനെ പോലെ മറ്റുള്ള അതിലും താരമൂല്യമുള്ള മഞ്ജു വാര്യർ അടക്കമുള്ള നടികളുണ്ട്. ഹണിറോസിനേക്കാൾ സിനിമയിൽ അഭിനയിക്കുന്ന നടികൾക്ക് ഈ രീതിയിൽ ഉദ്ഘാടനം കിട്ടുന്നില്ല, ഈ രീതിയിൽ പൈസ വാങ്ങാൻ അവർ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് താരതമ്യേന സിനിമ കുറഞ്ഞ, അത്ര താരമൂല്യമില്ലാത്ത ഹണിറോസിന് ഇത്രയും അധികം ഉദ്ഘാടനങ്ങൾ കിട്ടുന്നത്? അവിടെ ഷാജൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ജന്മനാ കിട്ടിയ ഒരു ശരീരപ്രകൃതമാണ് ഹണിറോസിന്റെ എന്ന്. എന്നാൽ അതല്ല. ഹണിറോസിന്റെ പല പഴയ വീഡിയോകൾ എടുത്ത് നോക്കിയിട്ട് ഇപ്പോൾ ഉള്ള വീഡിയോകൾ നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഹണിറോസിനെ വ്യക്തിപരമായി കുറ്റം പറയുന്നതല്ല. അതിൽ ഏത് മനുഷ്യനും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ഹണിറോസ് ഉദ്ഘാടനത്തിന് പോകാൻ വേണ്ടി മറ്റൊരു ഹണിറോസായി മാറി എന്നുള്ളതാണ് വാസ്തവം. എന്തിനേറെ പറയുന്നു, ഹണിറോസിന്റെ ഈ പറഞ്ഞ ഇൻസ്റ്റാ റീൽസ്, ഹണിറോസ് സ്വന്തമായിട്ട് ഇൻസ്റ്റാ റീൽസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഹണിറോസ് നേരെ ഇങ്ങനെ നിൽക്കുന്നതല്ല. സ്വാഭാവികമായി മറ്റു നടികളെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഫേസും അവർ നേരെ ഇരിക്കുന്നതോ നടക്കുന്നതോ നിൽക്കുന്നതൊക്കെയാണ് കാണുന്നത്. അത് ഹണിറോസിന്റെ അറിവോടെയല്ലേ? എന്തിനാണ് അത്തരം വീഡിയോകൾ ഈ രീതിയിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ മോശം കമന്റ് ചെയ്യുന്ന ആൾക്കാരെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ താൻ ഒന്നും അറിഞ്ഞില്ല എന്നൊരു ഭാവം നടിക്കുന്നത്? അതുപോലെ തന്നെ ചില യൂട്യൂബേഴ്സ് ഈ രാഹുൽ ഈശ്വറിനെ വളഞ്ഞിട്ട് അങ്ങ് ആക്രമിക്കുവാണ്. അതിനൊക്കെ എത്രമാത്രം സപ്പോർട്ട് കിട്ടിയെന്ന് നമുക്കറിയാം. ഇവിടെ രാഹുൽ ഈശ്വർ എവിടെയും പറഞ്ഞിട്ടില്ല താൻ പറയുന്ന വസ്ത്രങ്ങൾ ഹണിറോസ് അല്ലെങ്കിൽ മറ്റുള്ളവർ ധരിക്കണമെന്ന്. വസ്ത്രധാരണത്തിൽ കുറച്ച് സഭ്യത ആവാമെന്ന ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ മോശം കമന്റുകൾ വരുന്നു എന്നൊരു ആക്ഷേപം ഉണ്ടെങ്കിൽ ആ വസ്ത്രധാരണത്തിൽ സഭ്യത വരുത്തുവാണെങ്കിൽ അത് കുറയുമെന്ന് രാഹുൽ ഈശ്വറും ഞാനും ചിന്തിക്കുന്നു. അതിന് ഉത്തമ ഉദാഹരണമാണ് മഞ്ജു വാര്യരെ പോലുള്ള ആളുകളുടെ കമന്റ് ബോക്സുകളിൽ, അവരുടെ വീഡിയോസിന്റെ കമന്റ് ബോക്സുകളിൽ ഈ മോശം കമന്റുകളില്ല. പിന്നെ മറ്റൊരു ന്യൂസ് ആങ്കർ പറഞ്ഞ വലിയൊരു കാര്യം, അതായത് പോൺ കണ്ടന്റുകളാണ് ഇന്നലത്തെ ഏറ്റവും വലിയ ചർച്ചയാണ്. ന്യൂസ് 18 തോന്നുന്നു പോൺ കണ്ടന്റുകളാണ് ബോച്ചെ കൊടുക്കുന്നത്. ഒരു പരിധിവരെ ബോച്ചെ കൊടുക്കുന്നതെല്ലാം മോശം തന്നെയാണ്, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തന്നെയാണ്. എന്നാൽ അതിലും എത്രയോ ഇരട്ടി പോൺ കണ്ടന്റുകൾ കൊടുക്കുന്ന സിനിമാ നടികളും അല്ലാത്തവരുമായ ആളുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ജസ്റ്റ് ചേച്ചി ആ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കയറി നോക്ക്. ഓരോ പെണ്ണുങ്ങൾ കാണിക്കുന്ന പേക്കൂത്തുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമോ? അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പാന്റ് താഴ്ത്തിയിട്ട് നടക്കുന്ന ചെറുക്കന്മാർക്കെതിരെ 5 വർഷം മുന്നേ കേസ് വരെ, അതായത് കോടതി കേസ് വരെ പോയിട്ടുണ്ട്. പോലീസ് ഇറങ്ങി അമാരെ ലാത്തി ചാർജ് നടത്തി. ആവാസത്തരമാണെന്ന് എല്ലാവരും പറഞ്ഞ കാര്യമാണ്, ഞാനും അത് തന്നെ പറയുന്നു. എന്നാൽ ഒരു പെണ്ണ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടി അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? കോടതിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പറ്റില്ല. ആണുങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കും ഒരേ രീതിയിലുള്ള നീതി ഇവിടെ കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം. തുല്യനീതി ഈ പറഞ്ഞ മീഡിയക്കാർ, നാറികൾ, അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. അവർ ഈ ബോബി ചെമ്മന്നൂരിന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ബോബി ചെമ്മന്നൂർ ചെയ്ത് തെറ്റാണ് സമ്മതിച്ചു. ബോബിയോട് വ്യക്തിവൈരാഗ്യമുണ്ട്, അല്ലെങ്കിൽ പരസ്യം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ മീഡിയക്കാർ ഈ രീതിയിൽ, അതായത് അന്യായമായ രീതിയിൽ ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്തു ഈ രീതിയിൽ ആക്കി തീർത്ത പോലീസിനെതിരെ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ, ഹണിറോസിനെതിരെ ഒരു വാക്ക് അത് ചെയ്ത് തെറ്റാണെന്ന് പറയാൻ ആരും തയ്യാറായില്ല. ആസൂത്രിതമായി നടത്തിയ ഒരു അറസ്റ്റ്, ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ ഈ ഒരു അറസ്റ്റ്, ഇത് ഗൂഢാലോചനയായിരുന്നു അല്ലെങ്കിൽ ആസൂത്രിതമായി അന്യായമായി നടത്തിയതായിരുന്നു എന്ന് പറയാൻ ഒരു മീഡിയക്കാരനെങ്കിലും തയ്യാറായോ രാഹുൽ ഈശ്വർ അല്ലാതെ? സോ തീർച്ചയായും അത് തന്നെയാണ് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. തുടർന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. ആദ്യമായി വീഡിയോ കാണുന്നവർ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.